ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശരണ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് താരന് പറ്റിയ ഒരു ഷാമ്പു പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. എൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ട് അവർ നല്ല റിസൾട്ട് പറഞ്ഞ പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാരിൽ കാണപ്പെടുന്ന പ്രശ്നമാണ് ഭയങ്കരമായിട്ടുള്ള താരൻ, തലമുടി ഭയങ്കരമായിട്ട് തൊഴിയുക, മുടി ഭയങ്കര ചൊറിച്ചിൽ, വൈറ്റ് ഫ്ലേക്സ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. സെൽസൺ ഷാമ്പു ആണ്. ഈ ഷാമ്പു നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് കുറച്ചെടുത്തിട്ട് അതിൽ ഒരു തുള്ളി വെള്ളം ചേർത്ത് നന്നായിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിൽ നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിച്ച് 5 മിനിറ്റോളം തലയോട്ടി നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് വേണം ഇത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് താരൻ മാറിയതിന് ശേഷം നമ്മൾ ആഴ്ചയിൽ 1 ദിവസം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഈ വൈറ്റ് ഫ്ലേക്സ്, തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ചുമന്ന കുരുക്കളൊക്കെ തന്നെ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ താരനുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ രാത്രിയൊക്കെ ഹെയർ വാഷ് ചെയ്തിട്ട് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ ഒരുപാട് ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. പിന്നെ ഈ ഡ്രൈ സ്കാൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ മീൻ, പച്ചക്കറിയൊക്കെ ഒരുപാട് കഴിക്കുക. കാരണം ബയോട്ടിൻ അടങ്ങിയ ഫുഡ് ഒരുപാട് കഴിക്കുന്നത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. പിന്നെ ഒരു പ്രത്യേകിച്ച് കാര്യം, ഈ ഡ്രൈ സ്കാൽപ്പുള്ള ആൾക്കാർ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ കെരാറ്റിൻ, ബോട്ടോക്സ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം തന്നെ അവരോട് പറയാം, എനിക്ക് ഭയങ്കര താരനാണെന്ന് പറഞ്ഞിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. നമ്മൾ ഒന്നും പറയാതെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ട് തന്നെ താരൻ ഭയങ്കരമായിട്ട് കൂടും. പിന്നെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് തൊഴിലാളരുടെ സാധ്യത കാണാറുണ്ട്. അപ്പോൾ ഈ താരനൊക്കെ ഒരുപാടുള്ള ആൾക്കാർ മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് കുരുക്കളൊക്കെ വന്നിട്ട്, ചെവിയുടെ പുറകിലൊക്കെ കുരുക്കളൊക്കെ വന്ന് മുറിവൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആദ്യം തന്നെ ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.